പിന്നെ എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മുടെ അപ്പനും അമ്മയുടെ ജനറേഷന് നമ്മുടെ ജനറേഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല, മനസ്സിലാവില്ല. അതിപ്പം നമുക്കൊരു കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പം കുറെയൊക്കെ നമുക്കും മനസ്സിലാവില്ല, നമുക്ക് എന്താന്ന് കാണാനും മനസ്സിലാക്കാനും പറ്റൂല, തിരിച്ചറിയാനുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് 0 അസറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഒരു പേരൻസിന്റെ കാഴ്ചപ്പാടില് ലോൺ എടുത്തൊരു വീട് വെക്കുന്നതായിരിക്കും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഭയങ്കര നല്ല കാര്യം. പക്ഷെ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സില് അങ്ങനെ വലിയൊരു ഡെപ്റ്റ് എടുത്ത് വെക്കാതെ ഒരു റെന്റഡ് പ്രോപ്പർട്ടി ചൂസ് ചെയ്ത് മിനിമൽ ആയിട്ടുള്ള റെന്റ് അടച്ച് പോകുന്നതിനൊപ്പം ഒരു SIPയോ അല്ലെങ്കിൽ ഒരു 15% ഓഫ് റിട്ടേൺസ് 15 ഇയേഴ്സിൽ കിട്ടുന്ന ഒരു SIP നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയത്ത് വലിയൊരു ബാധ്യതയിലേക്ക് പോവാതെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് നമുക്കൊരു വീട് പണിയുള്ള പൈസ 15 കൊല്ലത്തിന് ശേഷം ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ആ ഒരു മുന്നത്തെ ജനറേഷനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ തിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ ഈ പറഞ്ഞ കല്യാണം കഴിഞ്ഞ് മക്കൾക്കൊക്കെ ഒരു കല്യാണപ്രായമാവുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്വന്തമായിട്ടൊരു വീട്, അതൊരു പല കാര്യങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ മിക്കവരുടെ അവരുടെ ഒരു തോട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിലാണ് മക്കളെ കെട്ടിച്ചു വിടുമ്പോഴുള്ള ആ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളും കല്യാണം ആലോചിച്ച് വരുമ്പോ സ്വന്തമായിട്ടൊരു വീടുണ്ടെന്ന് പറയണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര വലിയ ഡെപ്റ്റ് എടുത്ത് വെക്കണം. ഇതിന്റെ ഉള്ളിൽ മാത്രം കിടക്കുന്ന ഒരു എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സ്പെസിഫിക് ആയിട്ട് ഞാൻ കാര്യം പറയാം, ആരാധികം പറയുന്നില്ല, പക്ഷെ കയ്യില് നല്ല പൈസ ഉണ്ടായിട്ട് വീട് പണിത് കയ്യിൽ ഒരു പൈസ ഇല്ലാണ്ടായി ഒരു മോശാവസ്ഥ കിടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്, വളരെ അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. തീർച്ചയായും അത് വലിയൊരു അവസ്ഥയാണ്. അത് എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇമ്മച്ചുവർ എന്ന് പറയത്തുള്ളൂ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. വീട് എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നം നേടിയെടുത്ത് കഴിഞ്ഞപ്പോ എന്തെല്ലാം കാര്യങ്ങൾ പോയി. നമ്മൾ ഫോർസീ ചെയ്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആ ഒരു സ്വപ്നം അച്ചീവ് ചെയ്തെടുത്തു. പക്ഷെ ഇപ്പൊ ഉറക്കമില്ല, ഇപ്പൊ സമാധാനമില്ല, ഒന്നുമില്ല. ആ വീട് അവിടെ ഉണ്ട്, ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. പക്ഷെ ഡേ ടു ഡേ ലൈഫ് കാര്യങ്ങൾ ഓടിക്കാൻ വരെ അവസ്ഥയില്ലാത്ത രീതിയിലേക്ക് ആയിപ്പോകും. ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അഡ്വൈസ് ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും. നമ്മുടെ തൊട്ട് മുന്നത്തെ ജനറേഷൻ നമ്മൾ ഒരുപാട് ഫോഴ്സ് ചെയ്യും, കാറ് വാങ്ങാൻ പറയും, വീട് വെക്കാൻ പറയും, ഇങ്ങനെ പലതും ചെയ്യാൻ പറയും. പക്ഷെ ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും പോയി ഇത്രയും വലിയ ഡെപ്റ്റ് എടുത്ത് വെക്കരുത്. ഇപ്പം ഒരു കാർ എടുക്കാൻ പോകണമെങ്കിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 40% കാറിന്റെ വാല്യൂ എത്രയാണോ അതിന്റെ 40% കയ്യിലുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ചിന്തിക്കുക. അതിന്റെ EMIക്ക് പുറമെ വരുന്ന ഒരുപാട് ചെലവുകൾ വേറെ ഉണ്ടാവും, മെയിൻ്റനൻസ് ഉണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും. ഇനി അതിൻ്റെ ഇടയ്ക്ക് വല്ല ആക്സിഡന്റ് പോലത്തെ സംഭവങ്ങൾ സംഭവിച്ചിട്ട് അത് വേറെ ബർഡൻ ആവും. ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഉറപ്പായിട്ടും തിങ്ക് ട്വൈസ് ബിഫോർ യു ഡു എന്ന് പറയുന്ന പോലെയാണ്. ഒരിക്കലും ഇത്ര വലിയ ഡെപ്റ്റ് എടുത്ത് വെക്കാതിരിക്കുക. നിങ്ങൾ കണ്ണും പൊട്ടി ഒരു 15 കൊല്ലം റെന്റിന് താമസിച്ചോ, ഒരു തെറ്റും പറയാനില്ല. മെയിൻ ടൈമിൽ നിങ്ങൾ നല്ലൊരു റിട്ടേൺസ് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചൂസ് ചെയ്യുക, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ 15 കൊല്ലം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊന്ന് സെറ്റിൽ ആവണമെന്ന് തോന്നുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് സേഫ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കയ്യിലേക്ക് കിട്ടുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സത്യം. ഇതിന്റെ തൊട്ട് മുന്നത്തെ ജനറേഷന്റെ മുന്നത്തെ ഒരു ലെജൻഡറി ജനറേഷൻ ഉണ്ട്. ഒരു കുപ്പി കള്ളിന് വേണ്ടി 1.5 ഏക്കറൊക്കെ എഴുതി കൊടുത്തൊരു ടീമുണ്ട്. അതിലാരെങ്കിലും ഇത് കാണുന്നുണ്ട്? ഒരു കള്ളിനൊക്കെ വേണ്ടി സിമ്പിൾ ആയിട്ട് 1.5 ഏക്കറൊക്കെ എഴുതി കൊടുത്തൊരു വീട്ടിൽ വന്ന ടീമുകളെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. അവരൊന്ന് എന്റെ പൊന്നാണോ അതൊന്നും പൊട്ടിച്ചില്ലായിരുന്നെങ്കിൽ അയ്യോ എന്റെ പൊന്നെ. അവരാണ് ഇപ്പൊ വന്നിട്ട് ചോദിക്കുന്നത്, എന്നാ മകളെ ജോലി പണിക്കൊണ്ട്. നിങ്ങളൊക്കെ ഒരു കുപ്പി കള്ളിന് വേണ്ടി കൊച്ചി കിടക്കണ 10-15 ഏക്കർ എടുത്ത് വിറ്റായിട്ടാണ് ഈ കാണുന്നത് പണ്ടാറടൊക്കെ. ഇപ്പൊ 4 മൂട് കപ്പയും വെച്ച് തെക്ക് വടക്ക് കിടക്കുന്നുണ്ട് എന്റെ പൊന്നെ. എല്ലാ വീട്ടിലും അല്ലെങ്കിൽ എല്ലാ ഒരു ലീനേജ് എടുത്ത് നോക്കിയാലും അതിലെവിടെയെങ്കിലും 1-2 പേര് തീർച്ചയായിട്ടും കാണും. തീർച്ചയായിട്ടും. പിന്നെ ഇതില് ഇങ്ങനെ പോകുന്ന ഒരു ചെയിൻ ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് ഫാമിലിക്ക് ഒരു ഹൈപ്പ് കൊണ്ടുവരാൻ പറ്റുന്നത് ഭയങ്കര ഒരു അടിപൊളി ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലർക്കേ പറ്റുള്ള ഒരു ചെയിൻ ബ്രേക്ക് ചെയ്ത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ ഒരാളാണ് ശ്രമിക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവമായിരിക്കും. എല്ലാ കുടുംബത്തിലും കാണും. അതെ അതെ.